ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകില്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ ബെഡൊക്കെ എങ്ങനെ നീറ്റാക്കി ഇട്ടു. അല്ലെങ്കിൽ അവനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ബെഡൊക്കെ അങ്ങ് നീറ്റാക്കി ഇട്ടതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകാറുള്ളൂ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. മോൻ അവൻ രാവിലെ തന്നെ എഴുന്നേറ്റ്. അവനിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിക്കാൻ വേണ്ടി അവൻ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എഴുന്നേറ്റു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവൻ പറഞ്ഞൊരു കാപ്പി ഇട്ട് തരാൻ. സാധാരണ അവൻ കാപ്പിയും ചായയൊന്നും കുടിക്കുന്നതല്ല. രാവിലെ പഠിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് കാപ്പി വേണമെന്ന് പറഞ്ഞത്. അങ്ങനെ അവനുള്ള കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എനിക്കുള്ള ചായ വെച്ചത്. ഞാൻ മാസത്തിലൊരു വെള്ളിയാഴ്ച ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട്, അവിടെ പോകാറുണ്ട്. ഇന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച, അപ്പോൾ മോനെ വിട്ടിട്ട് ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. ഇന്ന് അമ്പലത്തിൽ പോകേണ്ടതുകൊണ്ട് രാവിലത്തെ നടത്തം ഞാനിന്നങ്ങ് ഒഴിവാക്കി. മോൻ എക്സാം ആയതുകൊണ്ട് ഉച്ചവരെ ഉള്ളു. അപ്പോൾ അവൻ ഉച്ചയാകുമ്പോഴത്തേക്കിന് വരുമ്പോഴത്തേക്കിന് ലഞ്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചേച്ച് അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയുമാണ്. ഇന്നലത്തെ സാമ്പാർ കുറച്ചിരിപ്പുണ്ട്, ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയതേ. അവന് കൂടുതൽ ഇഷ്ടം ചട്നിയാണ് ദോശയുടെ കൂട്ടത്തിൽ. അപ്പോൾ ചട്നി കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇന്നും ചുമന്ന ചട്നി അല്ലേ ഉണ്ടാക്കുന്നത്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി വെള്ള ചട്നി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ മാവ് അരയ്ക്കുമ്പോൾ 2 ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ച് അരച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിനും ഒരേ മാവ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കി കടുകൊക്കെ വറുത്തതിന് ശേഷം പിന്നെ ഇന്നലത്തെ സാമ്പാർ കൂടെ ഒന്നെടുത്ത് ചൂടാക്കി. പെട്ടെന്ന് തന്നെ മോനുള്ള ദോശ കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ മോനുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ താമരപ്പൂ ഉണ്ടെങ്കിൽ അത് പറിച്ച് ദേവിക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇന്ന് 2 പൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് അത് ദേവിക്ക് കൊണ്ട് കൊടുക്കാമെന്ന്. അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. വണ്ടിയിൽ പോവുകയാണെങ്കിൽ കുറച്ച് ചുറ്റി പോകണം. ഇതാകുമ്പോൾ ഇടവഴി കൂടെ അങ്ങോട്ട് കയറാവുന്നതേ ഉള്ളൂ.
രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയെന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ തന്നെ അന്നത്തെ ദിവസം മനസ്സിന് വല്ലാത്ത ഒരു സമാധാനമാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്നെടുത്ത് വെള്ളത്തിലേക്കിട്ട് നമ്മുടെ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് അതിൻ്റെയൊക്കെ ഐസൊന്ന് പോയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് 9:30 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ 2 റൂമിൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി. ഞാൻ ഒരാഴ്ച കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത്. എൻ്റെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് കഴിഞ്ഞ ദിവസം മാറ്റിയത് കൊണ്ട് അത് പിന്നെ മാറ്റണ്ടായിരുന്നു. ബാക്കിയുള്ള 2 ഒന്ന് ചേഞ്ച് ചെയ്തു. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ റൂമൊക്കെ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. അടിച്ചു വാരിയത് മാത്രമേ ഉള്ളൂ, തുടച്ചില്ല. ഞാൻ ഒരാഴ്ചയിൽ 2 വട്ടമേ തുടയ്ക്കാറുള്ളൂ, അല്ലാതെ എന്നും ഒന്നും തുടയ്ക്കാറില്ല. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് ചിക്കൻ്റെ ഐസും പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ലഞ്ചിന് ചിക്കൻ മഞ്ചൂരിയനും എഗ് ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള ചിക്കന് ആദ്യം തന്നെ നമുക്കൊന്ന് മസാല പുരട്ടി മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ടീസ്പൂണ് കോൺഫ്ലവർ, 1 ടീസ്പൂണ് മൈദ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 എഗ്ഗ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. മസാല പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് അതിനാവശ്യമായ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയും 1/2 ക്യാപ്സിക്കവുമാണ്. അതൊന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് ചിക്കനിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. അതിന് ശേഷം നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ഞുറുക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതും ഒന്ന് ചെറുതായി വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കുക. പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കാവണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക.
അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഒരു പാനിൽ വെള്ളം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വാരി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ റൈസിന് വേണ്ട നമുക്ക് എഗ്ഗ് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. അതിന് ഒരു പാനിലേക്ക് ചട്ടി വെച്ച് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 എഗ്ഗ്, ഞാനിവിടെ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഹൈയിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ബീൻസും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ബീൻസും ക്യാരറ്റും ഒക്കെ ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കവും ചേർത്ത് ഒന്നിളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഉപ്പും ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ റൈസും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എഗ്ഗ് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റൈസും ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും മോനും കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനുള്ള ഫുഡൊക്കെ കൊടുത്തു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുറച്ച് വൈകിയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്.
ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും. ബൈ.